Hello my dear physics warriors, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. സോ നിങ്ങൾ എക്സാമിൻ്റെ ടെൻഷനിലാണ്, ടെൻഷനൊന്നും വേണ്ട, കൂളായിട്ടിരിക്കുക. സോ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് നിങ്ങൾ ഇനി ചിന്തിക്കേ വേണ്ട. നമ്മൾ ഓൾറെഡി ഒരു പാർട്ട് 1 ചെയ്തിരുന്നു 25 ക്വസ്റ്റ്യൻസിൻ്റെ. ആ 25 ക്വസ്റ്റ്യൻസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേഗം പോയി വീഡിയോ കാണാം. 5 മിനിറ്റ് കൊണ്ട് 25 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഓക്കെ, സോ എഗെയിൻ നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് ഇനിയും ഒരു 25 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പോവാണ്. സോ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, ഒരുപാട് സമയം കളയുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാം. 5 മിനിറ്റോട് പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷണൽ ഫോഴ്സസ് ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, തെറ്റിക്കരുത്. ഫ്രിക്ഷണൽ ഫോഴ്സ് കൊടുക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇനി അറ്റ് ദ സെയിം ടൈം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ ദാറ്റ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, തെറ്റിക്കരുത്. The next one is a man holds a heavy object weighing 50 kg perfectly still for an hour. Calculate the work done. Okay, that will be 0. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എപ്പോഴാണ് 0 വരുന്നത്, എപ്പോഴാണ് നെഗറ്റീവ് വരുന്നത്, എപ്പോഴാണ് പോസിറ്റീവ് വരുന്നത്, എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഓരോ സെനാരിയോസ് തന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് എക്സാക്ട്ലി ഇത് തന്നെ വരണമെന്നില്ല. ഇതുപോലെ ഉള്ള കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തന്നിട്ട് വെദർ ഇറ്റ് ഇസ് 0, പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് ചോദ്യം വരാം. നെക്സ്റ്റ് വൺ, ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സസ് ടോർക്ക്. റൊട്ടേഷൻ അനലോഗ് എല്ലാത്തിനും പഠിക്കുക. ജസ്റ്റ് കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. എല്ലാ ടേംസിൻ്റെയും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് തന്നെ വരണമെന്നില്ല. നെക്സ്റ്റ് വൺ, മൊമെന്റ് ഓഫ് ഫോഴ്സസ് അഗെയിൻ ടോർക്കാണ്. യെസ്, ക്ലാസിക്കൽ ഡാൻസേഴ്സ് ബ്രിങ് ദെയർ ഹാൻഡ്സ് ക്ലോസർ ടു ദെയർ ബോഡി ടു റൊട്ടേറ്റ് ഫാസ്റ്റർ. ഓക്കെ, പെട്ടെന്ന് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസിക്കൽ ഡാൻസേഴ്സ് എന്ത് ചെയ്യും? യെസ്, ഹാൻഡ്സ് ക്ലോസറായിട്ട് ബോഡിനോട് ക്ലോസറായിട്ട് പിടിക്കുന്നു. ഇതിന് ബിഹൈൻഡ് ഉള്ള തിയറി എന്താണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്താണ്? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ്. തെറ്റിക്കരുത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം ഹാസ് ദി സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വരാമെന്നല്ല, ഉറപ്പായിട്ടും വരുന്നല്ല, പക്ഷേ ഇത് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സെയിം ഡയമെൻഷൻ വരുന്നത്. ദ ഇന്നബിലിറ്റി ടു സ്റ്റോപ്പ് റൊട്ടേഷണൽ ഇനേർഷ്യ ഈസ് കോൾഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, then next is moment of inertia of a disk along the diameter is mr² divided by 4 ആണ്. ഓക്കെ, ഡിസ്കിൻ്റെ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr² 4 ആണ്. സോ നിങ്ങൾക്ക് ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻസ് പഠിക്കാനായിട്ട് എന്തെങ്കിലും ഈസി ടിപ്സ് ഓർ ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ കൂടെ എക്സാം എഴുതുന്ന നിങ്ങളുടെ ഒരുപാട് എന്താ പറയുക സ്റ്റുഡൻസിന്, ഒരുപാട് നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങൾ അറിയാതെ പോകുന്ന ഒരുപാട് ഫ്രണ്ട്സിന് അത് യൂസ്ഫുൾ ആയിരിക്കും. സോ അങ്ങനെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇസ് ദി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡാഷ്. ഓക്കെ, വിത്ത് ഇൻക്രീസ് ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്താ പറ്റുന്നത്? യെസ്, ഇറ്റ് വിൽ ബി ഡിക്രീസസ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ. At the center of the earth, acceleration due to gravity is 0. Important ആണ്, തെറ്റിക്കരുത്. Acceleration due to gravity is independent of mass of the body. Gravitation നമ്മൾ 2 പ്രാവശ്യം എടുത്തിരുന്നു. ആ 2 പ്രാവശ്യം എടുത്തപ്പോഴും നമ്മൾ ഈ സെയിം സംഭവം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏതിൻ്റെ മാസിനെ? യെസ്, മാസ് ഓഫ് ദി ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വെയിറ്റ് ഓഫ് എ ബോഡി ഓഫ് മാസ് m at the center of earth is 0. ഓക്കെ, അറ്റ് ദി സെൻറ്റർ 0 ആണ്. കാരണം നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. യെസ്, ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദാറ്റ് ഇസ് Lt⁻². നെയിം ദ ലോ റിലേറ്റിംഗ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ വിച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വാല്യൂ വിച്ച് ഇസ് ഗിവൺ ബൈ ഹുക്സ് ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ, 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വിൽ ഗിവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മോഷൻ്റെ ചാപ്റ്ററിൽ, കൈനമെറ്റിക്സിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ഗ്രാഫുകൾ ഡീൽ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഏരിയ അണ്ടർ ദി കർവും അതുപോലെ തന്നെ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ത് തരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ഇതുവരെയും അത് അറിയാത്തവർ വേഗം നമ്മുടെ വീഡിയോസ് പോയി കാണാം. മോഷൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദെൻ സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. ട്രൂ ഓർ ഫോൾസ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. സോ അതെന്തായിരിക്കും? ക്യാൻസൽ ആയി പോകും. സോ അതിന് യൂണിറ്റ് ഉണ്ടാവില്ല, ഡയമെൻഷൻ ഉണ്ടാവില്ല. സോ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. സ്ട്രെസ് ഹാസ് ദി സെയിം ഡയമെൻഷൻ ഓഫ്, ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പ്രഷർ. ഓക്കെ, സോ ഇതുപോലെ സെയിം ഡയമെൻഷൻ വരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ പഠിച്ചു വെക്കാനായിട്ട് നോക്കണം. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ പാസ്കൽസ് ലോ. ഓക്കെ, ഇന്നുകൂടെ നമ്മൾ ഈ ഒരു ലോ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്.
ബെർണോളിസ് തിയറം ഈസ് അപ്ലിക്കബിൾ ടു സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ. ഇനി 21st, ദി തെർമോഡൈനാമിക് പ്രോസസ് വിച്ച് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്നതാണെങ്കിൽ ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയും. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം വേറെയും പ്രോസസ്സസ് ഉണ്ട്. അതിൻ്റെ ഒക്കെ ജസ്റ്റ് ഒരു എന്താ പറയുന്നത്, എന്താണ് പ്രോസസ്സ് എന്നെങ്കിലും മനസ്സിലാക്കി വെക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് സോളിഡ് ഡയറക്ട്ലി ടു വേപ്പർ, സോളിഡ് ടു വേപ്പർ ഡയറക്ട്ലി, അതിന് പറയുന്ന പേരാണ് സബ്ലിമേഷൻ. Okay, then the maximum displacement of the wave is amplitude. Okay, simple. നമുക്കറിയാം maximum displacement, okay, of a wave is known as amplitude. Velocity of sound is 340 meter per second. What is seconds pendulum? എന്താണ് seconds pendulum? A seconds pendulum whose period of oscillation is 2 seconds. Okay, period of oscillation that is t എന്ന് പറയുന്നത് 2 seconds ആയിരിക്കും. Okay, അങ്ങനെയുള്ളതിനാണ് നമ്മൾ seconds pendulum എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. സോ ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഒന്നുകിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യാം, അതർവൈസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കയറാം. സോ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സർപ്രൈസസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ സർപ്രൈസസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. കീമിൻ്റെയും നീറ്റിൻ്റെയും ഒക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് വരാനിരിക്കുവാണ്. ഓൾറെഡി കുറേ വീഡിയോസ് ഉണ്ട്. സോ ഇതൊരു ഗ്രോയിങ് ചാനലാണ്. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിനായിട്ടും വേണ്ടത്. ഓക്കെ, സോ നിങ്ങളുടെ സപ്പോർട്ട് ത്രൂ ലൈക്സ് ആൻഡ് ഷെയർ കാണിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആണ്. കാരണം എന്താണെങ്കിലും നമ്മുടെ ചാനലിൽ വരുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആവുന്ന കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ഒക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വേഗം നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യാനും കാണാനും ശ്രദ്ധിക്കുക. ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആവുമെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ബൈ.